ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട സംഭവം ഇന്ന് മാധ്യമങ്ങളാകെ ചർച്ച ചെയ്യുക. തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. തൃശൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ ഹാജരാക്കി അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുകയാണ് ചെയ്തത്. 16-ാം തീയതി, കഴിഞ്ഞ മാസം 16-ാം തീയതിയാണ് 671/2026 ക്ലെയിം നമ്പർ അനുസരിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും അവസാനം റിമാൻഡ് ചെയ്യുകയും ചെയ്തത്. ഈ 16-ാം തീയതി അറസ്റ്റ് ചെയ്തതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ബാബു പോലീസ് സ്റ്റേഷനിൽ പോയി തൻ്റെ മകന് മാനസികമായ വെല്ലുവിളി അഭിമുഖീകരിക്കുന്ന മകനാണെന്നും അവനെ ഇത്തരം കേസുകളിൽ ഉൾപ്പെടുത്തി ജയിലിലടക്കരുത് എന്നും അഭ്യർത്ഥിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഈ ചെറുപ്പക്കാരനെ അസുഖം ബാധിച്ച, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാനസിക വെല്ലുവിളി നേരിടുന്ന ചെറുപ്പക്കാരനെ റിമാൻഡ് ചെയ്യുകയാണ് ചെയ്തത്. സാധാരണ ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ അവരെ മാനസിക ആശുപത്രികളിൽ പ്രവേശിപ്പിച്ച് ചികിത്സിപ്പിക്കുന്ന നില സ്വീകരിക്കുന്ന സമീപനം തൃശ്ശൂർ തന്നെ പണ്ട് മുമ്പേ മുതലുള്ളതാണ്. എന്നാൽ അങ്ങനെയുള്ള ഒരു പരിശോധനയും ഫലപ്രദമായി നടത്താതെ അദ്ദേഹത്തെ ജയിലിൽ കൊണ്ടുപോവുകയാണ് ചെയ്തത്. പിന്നീട് അദ്ദേഹത്തിന് സുഖമില്ല എന്ന വിവരം അച്ഛനെ അറിയിക്കുകയും മെഡിക്കൽ കോളേജിലാണ് ഉള്ളത്, അടിയന്തരമായിട്ടും മെഡിക്കൽ കോളേജിലെത്തണം എന്ന അറിയിപ്പാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അദ്ദേഹം മെഡിക്കൽ കോളേജിൽ ചെന്ന് നോക്കിയപ്പോൾ അവിടെ കാഷ്വാലിറ്റിയിൽ വായിലൂടെയും മൂക്കിലൂടെയും ചൂവിട്ട നിലയിൽ അബോധാവസ്ഥയിൽ ഒലിക്കുന്ന നില അദ്ദേഹം കണ്ടു. ഇതിന്റെ കാരണം അന്വേഷിച്ചപ്പോൾ ടോയ്ലറ്റിൽ പോയി തിരിച്ചു വരവേ ചന്ദനത്തിരിയുടെ ഒരു ഭാഗം പല്ലിനിടയിൽ കുത്തിയപ്പോൾ ചോര വന്നതാണെന്നാണ് അച്ഛനോട് മെഡിക്കൽ കോളേജിൽ എത്തിയ സന്ദർഭത്തിൽ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഡോക്ടറോട് ചോദിച്ചപ്പോൾ അത് പറഞ്ഞത് തലയിൽ ചതവ് പറ്റി എന്നുള്ളതായിരുന്നു. 9 ദിവസം മെഡിക്കൽ കോളേജ് ICUവിലും വെന്റിലേറ്ററിലും ചികിത്സ തേടിയ ശേഷം 3/6/2026 മെഡിക്കൽ കോളേജിൽ വെച്ച് മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പിതാവ് ബാബു തൻ്റെ മകന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് ഇപ്പോഴും സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇത് സംബന്ധിച്ച് വലിയ സംശയം തന്നെയാണ് ജനങ്ങൾക്കുള്ളത്. പോലീസിന്റെ മർദ്ദനത്തിൽ പരിക്കേറ്റ് അല്ലെങ്കിൽ ജയിലിൽ നിന്നുള്ള മർദ്ദനത്തിൽ പരിക്കേറ്റ് മരണപ്പെട്ടു എന്ന് തന്നെയാണ് ആ കുടുംബം ഇപ്പോഴും കൃത്യമായിട്ടും വിശ്വസിക്കുന്നത്. ഇത് വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണകാലത്ത് ഏതാണ്ട് അവസാനിപ്പിച്ച ഒന്നായിരുന്നു ലോക്കപ്പിലെയും ജയിലറകളിലെയും മർദ്ദനവും കൊലപാതകവും. 15 ദിവസം കൊണ്ട് അതെല്ലാം വീണ്ടും തിരിച്ചു വരുന്നു.
പോലീസിനെ കയറൂരി വിട്ട് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസ് മർദ്ദനത്തെ തുടർന്നോ അല്ലെങ്കിൽ ജയിലറക്കുള്ളിലുണ്ടായ മർദ്ദനത്തെ തുടർന്നോ ആണ് യഥാർത്ഥത്തിൽ ഈ മരണം സംഭവിച്ചിട്ടുള്ളത് എന്നും സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റവാളികളെ ശിക്ഷിക്കുക, അറസ്റ്റ് ചെയ്യുക എന്നുള്ള നിലപാട് സ്വീകരിക്കണം എന്നുമാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. വളരെ വലിയ ഉത്കണ്ഠയാണ് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് ഉള്ളത്. മാനസിക വെല്ലുവിളി ഉയർത്തിയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ പിടിച്ചുകൊണ്ടുപോയി ലോക്കപ്പിലിട്ടും പിന്നീട് ജയിലിൽ കൊണ്ടുപോയും മർദ്ദിച്ച് പരിക്ക് പറ്റി മെഡിക്കൽ കോളേജിൽ ചികിത്സിക്കാൻ വന്ന സന്ദർഭത്തിൽ മാത്രമാണ് അച്ഛനോട് വിവരം പറയുന്നത്. അപ്പോൾ അബോധാവസ്ഥയിൽ കിടക്കുകയായിരുന്നു. അല്പം ദിവസം കൊണ്ട് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. ഇത് വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമാണ് കേരളത്തെ സംബന്ധിച്ച്. നിരവധി കാലം ഇതുപോലുള്ള ലോക്കപ്പറകളിലുള്ള മർദ്ദനങ്ങളും കൊലപാതകവും അതിനെല്ലാം പിന്തുണ നൽകുന്ന പോലീസിന്റെ നിലപാടുകളും മാറ്റിയിട്ടാണ് കഴിഞ്ഞ 10 വർഷക്കാലം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പരമാവധി ഇല്ലായ്മ ചെയ്തിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ഇപ്പോഴും വീണ്ടും അതെല്ലാം തിരിച്ചു വരുന്നു എന്നുള്ളതാണ് വളരെ ഗൗരവമുള്ള പ്രശ്നം. ഇതാണ് പ്രധാനമായിട്ടും ഇന്നത്തെ വാർത്താ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, അത്യന്തം പ്രതിലോമപരമായ നിർദ്ദേശങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ധവളപത്രം ഇന്നാണ് കേരള ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ചത്. വി ഡി സതീശൻ മുഖ്യമന്ത്രി അതിന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. താനാണ് യഥാർത്ഥ ഇടതുപക്ഷം എന്ന് വാതോരാതെ പറഞ്ഞുകൊണ്ടിരുന്ന പ്രതിപക്ഷ നേതാവ് ഭരണത്തിൽ വന്നിട്ട് ദിവസങ്ങൾ കഴിയുമ്പോൾ തൻ്റെ രാഷ്ട്രീയ സമീപനത്തിൻ്റെ വലതുപക്ഷ തീവ്രത എന്താണ് എന്ന് അദ്ദേഹം വ്യക്തമായി കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. ധവളപത്രത്തിലെ എല്ലാ നിർദ്ദേശങ്ങളെയും വലതുപക്ഷ നവ ലിബറൽ കോർപ്പറേറ്റ് സമീപനത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. UDF സർക്കാർ മുന്നോട്ടേക്ക് വെക്കുന്ന ഈ ധവളപത്രം വ്യക്തമാക്കുന്നത് തീവ്ര വലതുപക്ഷ നവ ലിബറൽ കോർപ്പറേറ്റ് സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ്. എന്ന് പറഞ്ഞാൽ, ലളിതമായിട്ട് പറഞ്ഞാൽ, അദാനിക്കും അംബാനിക്കും കേരളത്തിന്റെ പ്രകൃതി സമ്പത്ത് തീരദേശം ഉൾപ്പെടെ തീരെഴുതി കൊടുക്കാനാണ് പരസ്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഈ പറയുന്ന ധവളപത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തോട് പിന്നീട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു സ്വകാര്യവൽക്കരണം വേണ്ടിവരും എന്ന് തന്നെയാണ്. സ്വകാര്യവൽക്കരണം വേണം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് സ്വകാര്യവൽക്കരിക്കുന്നത്? പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുക, അതിൻ്റെ സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായി ഭൂമി വിൽക്കുക, സ്ഥാപനങ്ങൾ വിൽക്കുക. അതെല്ലാം സാധാരണ നമ്മൾ അറിയുന്നത് പോലെ ഇന്ത്യയിലാകെ നിർവഹിച്ചതുപോലെ ഇവിടെ വലിയ പ്രതിരോധം കൊണ്ടാണ് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ ഇവിടെ നിർത്താനും ലാഭകരമായി പ്രവർത്തിപ്പിക്കാനും നമുക്ക് സാധിച്ചിട്ടുള്ളത്. ഈ ലാഭകരമായി പ്രവർത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിൽക്കും, സ്വകാര്യവൽക്കരിക്കും. അതാണ് ഉദാരവൽക്കരണത്തിന്റെയും സ്വകാര്യവൽക്കരണത്തിന്റെയും ഭാഗമായിട്ട് ദേശവ്യാപകമായി ലോകവ്യാപകമായി സാമ്രാജ്യത്വവും മുതലാളിത്തവും നടപ്പിലാക്കിക്കൊണ്ടിരുന്ന കാര്യം. അതിപ്പോഴും അതേപോലെ തന്നെ നിർവഹിക്കും എന്ന് പരസ്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. നയപ്രഖ്യാപന പ്രസംഗത്തിലും അതിന്റെ ഭാഗമായിട്ടുള്ള ചർച്ചകളിലും ഈ ധവളപത്രത്തിലുമെല്ലാം കേന്ദ്രത്തിനെതിരായ, കേന്ദ്ര ഗവൺമെന്റിന്റെ അവഗണനക്കെതിരായ ഒരു നിലപാടും സ്വീകരിക്കുന്നില്ല. നമുക്ക് തരേണ്ടുന്ന, കേന്ദ്ര ഗവൺമെന്റ് തരേണ്ടുന്ന പണം, സമ്പത്ത് നമുക്ക് അവകാശപ്പെട്ടത് തരാതിനെ പറ്റി ഒരു വാക്ക് ഉപയോഗിക്കുന്നില്ല. പൂർണ്ണമായിട്ട് മൗനം പാലിക്കുക. വളരെ ഗൗരവമുള്ള കൗതുകകരമായ ഒരു കാര്യം, ഈ ധവളപത്രത്തെ BJP സ്വാഗതം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഒരേ വർഗ നിലപാട് സ്വീകരിക്കുന്ന 2 വ്യത്യസ്ത പാർട്ടികൾ അല്ലെങ്കിൽ മുന്നണികൾ
ഇവർ പരസ്പരം യോജിച്ചുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു വരുന്നു എന്നതിൻ്റെ തുടർച്ചയിൽ നിന്നാണ് ഈ രീതിയിലുള്ള ഒരു കൂട്ടുകക്ഷി മനോഭാവം വർഗപരമായിട്ട് രൂപപ്പെട്ടു വരുന്നത്. അതവർക്ക് ഒരേ നയം, ഈ ആഗോളവൽക്കരണ നിലപാട് നടപ്പിലാക്കുന്ന കാര്യത്തിൽ ആദ്യം തുടങ്ങി വെച്ചത് കോൺഗ്രസ് ആണ്. അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും BJP ആണ്. കേരളത്തിൽ അവസരം കിട്ടിയപ്പോൾ ഞങ്ങളത് നടപ്പിലാക്കും എന്നാണ് VD സതീശൻ പറയുന്നത്. അതിന് പൂർണ്ണ പിന്തുണയാണ് ഇപ്പോഴ് നൽകിയിട്ടുള്ളത്. ആദ്യം ഇവിടെ ഖജനാവെല്ലാം പൂട്ടി ഒന്നും തന്നെ കാര്യമായി പൂച്ച പെറ്റുകിടക്കുകയാണ് എന്നൊക്കെയാണ് VD സതീശൻ പറഞ്ഞിരുന്നത്. ഇപ്പോഴിവിടെ ഖജനാവിൽ 6322 കോടി ഉറുപ്പിക മാർച്ചിൽ ഖജനാവിൽ ഉണ്ടായിരുന്നു എന്ന് സമ്മതിക്കേണ്ടുന്ന നില വന്നിട്ടുണ്ട്. AK ആന്റണിയും VD സതീശനും പറഞ്ഞതുപോലെ കാലിയായ ഒരു ഖജനാവല്ല കേരളത്തിലുള്ളത് എന്നിപ്പോഴും വ്യക്തമായി. അതേപോലെ കേരളത്തിൻ്റെ സാമൂഹ്യ മുന്നേറ്റത്തിൻ്റെ എല്ലാ ദിശയെയും തകർത്ത് അതെല്ലാം അട്ടിമറിച്ച് സ്വകാര്യവൽക്കരണത്തിലേക്ക് കോർപ്പറേറ്റുകൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ അദാനി അംബാനി കൂട്ടുകെട്ടിന് എല്ലാം നൽകും എന്ന പരസ്യ പ്രഖ്യാപനമാണ് ഈ ധവളപത്രത്തിൽ കാണാൻ സാധിക്കുക. ഇപ്പോൾ ഇവിടെ കേരളത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ KSRTC, വാട്ടർ അതോറിറ്റി, KSEB ഇവയെല്ലാം ബാധ്യതകളാണെന്നാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. നമ്മൾ കാണുന്നതിൻ്റെ അപ്പുറമാണ് ഇതിൻ്റെ ഉള്ളിലോട്ട് വായിച്ചു പോകുമ്പോഴുള്ളൊരു ചിത്രം. ഇപ്പോൾ KSRTCയിൽ ഇപ്പോൾ സ്ത്രീകൾക്ക് സൗജന്യം യാത്ര പറഞ്ഞിരിക്കുന്ന സന്ദർഭത്തിലാണ് അവർ പറയുന്നത് ഇതെല്ലാം ഈ KSRTCയും വാട്ടർ അതോറിറ്റിയും KSEBയും എല്ലാം ബാധ്യതകളാണെന്നാണ്. ബാധ്യതകൾ വന്നാൽ അതിൻ്റെ അർത്ഥം അത് അവസാനിപ്പിക്കുന്നതാണ്. ബാധ്യതകൾ ഏറ്റെടുക്കേണ്ടതില്ല എന്നാണ് ആഗോളവൽക്കരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമീപനം. അപ്പോൾ എല്ലാം പറഞ്ഞു വെച്ചിരിക്കുകയാണ്. എല്ലാം സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് എങ്ങനെ ഇതിനെയെല്ലാം കൈകാര്യം ചെയ്യും എന്നുള്ളതിൻ്റെ കൃത്യമായ അടയാളപ്പെടുത്തൽ വരികയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കച്ചവടം ചെയ്ത് പണമുണ്ടാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് മാഫിയകളുമായി കൂട്ടുചേർന്ന് യഥാർത്ഥത്തിൽ നമ്മുടെ സമ്പത്ത് വിറ്റ് തുലക്കാൻ തന്നെയാണ് ശ്രമം. ഊർജമേഖലയിലും ധാതു സമ്പത്തിലും ഉൾപ്പെടെ സ്വകാര്യവൽക്കരണം നിർദ്ദേശിക്കുന്നു എന്ന് VD സതീശന്റെ ഈ പരാമർശത്തോടെ നേരത്തെ രഹസ്യമായി മംഗലാപുരം യാത്രയുടെ ഭാഗമായിട്ട് ഞങ്ങൾ പറഞ്ഞത് ബ്ലൂ എക്കണോമിയുടെ ഭാഗമായിട്ട് ഇപ്പോഴും അവർ നിലപാട് സ്വീകരിക്കുന്നതിലൂടെ വ്യക്തമാകുകയാണ്. അപ്പോൾ മംഗലാപുരം യാത്ര എന്തിനാണ് എന്നിപ്പോഴും വ്യക്തമാക്കുന്നതാണ് ബ്ലൂ എക്കണോമിക്കുമായി ബന്ധപ്പെട്ട് തീരദേശം മുഴുവൻ വിൽക്കാനുള്ള, തീരെഴുതി കൊടുക്കാനുള്ള തീരുമാനത്തിലേക്ക് പോകുമെന്നിപ്പോഴും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഊർജ്ജ മേഖലയും ധാതു മേഖലയും ഈ രണ്ടും ചേർത്തുകൊണ്ടാണ് ധാതു സമ്പത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കരിമണൽ ഉൾപ്പെടെ എല്ലാം കൊള്ളയടിക്കാനുള്ള സൗകര്യമാണ് ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പെൻഷൻ പ്രായം കൂട്ടുമെന്നുള്ളതാണ്. കേന്ദ്ര സർവീസിലുള്ളതുപോലെ പെൻഷൻ പ്രായം കൂട്ടുമെന്നാണ്. അത് 60 അല്ല, ചിലപ്പോഴൊക്കെ 62, 65ഒക്കെയാണ്. ഈ രീതിയിൽ സത്യം പറഞ്ഞാൽ ഒരു നിയമനം പൂർണ്ണമായിട്ട് നിരോധിക്കുന്ന ഒരു 5 വർഷം വരാൻ പോവുകയാണ്. ഇതാണ് കേരളത്തിലെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമുള്ള പ്രശ്നം. ഒരു 5 വർഷക്കാലം നിയമന നിരോധനത്തിൻ്റെ കാലം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ PSC നിയമനം നടന്നത് ഈ കേരളത്തിലാണ്. 60%. ആകെ നടന്ന നിയമനത്തിലെ 60% നടന്നത് കേരളത്തിലാണ് കഴിഞ്ഞ 10 കൊല്ലം. അത് പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ച് യുവാക്കളെ അങ്ങേയറ്റം നിരാശപ്പെടുത്തുന്ന നിയമന നിരോധം കൃത്യമായിട്ട് അടിച്ചേൽപ്പിക്കുന്ന ഒന്നാണ് ഈ പ്രഖ്യാപനത്തിലൂടെ പെൻഷൻ പ്രായം കേന്ദ്ര നിലപാടിൻ്റെ ഒപ്പം എത്തിക്കുമെന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ട് അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾ ഏറ്റവും കൂടുതലുള്ള ഈ സംസ്ഥാനം അഭിമുഖീകരിക്കാൻ പോകുന്ന വളരെ ഗൗരവമുള്ള പ്രശ്നം. അതേപോലെ ജീവനക്കാർക്ക് നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും അതിനെതിരായിട്ടാണ് ധവളപത്രം സംസാരിക്കുന്നത്. ഇത് ജനങ്ങളിൽ നിന്ന് നികുതി പിരിച്ച് അത് മുഴുവൻ ശമ്പളത്തിനും പെൻഷനും നൽകുന്നത് ശരിയല്ല എന്ന് പണ്ട് AK ആന്റണി മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ആ വായ്ത്താര ഇപ്പോഴും ശക്തിയായിട്ട് അവതരിപ്പിക്കുക. മാത്രമല്ല, ശമ്പള പരിഷ്കരണം അടുത്തപാട് ജനാധിപത്യ മുന്നണി പ്രഖ്യാപിച്ചതാണ്. ഇപ്പോൾ പറഞ്ഞു 10 കൊല്ലത്തിലൊരിക്കലായിട്ട് ശമ്പള പരിഷ്കരണം മാറ്റും. അതോടുകൂടി ശമ്പള പരിഷ്കരണം ഇല്ല.
ലക്ഷക്കണക്കിന് ജീവനക്കാരുടെ ഒരു പ്രതീക്ഷയായിരുന്നു 5 കൊല്ലം കൂടുമ്പോഴുള്ള ശമ്പള പരിഷ്കരണം. അത് 10 കൊല്ലമാക്കി, കേന്ദ്ര ഗവൺമെൻറ് ചെയ്തതുപോലെ 10 കൊല്ലമാക്കി മാറ്റും എന്നതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ജീവനക്കാരെ വഞ്ചിക്കുന്ന ഒരു നിലപാടിപ്പോൾ പരസ്യപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, മൂലധന നിക്ഷേപം കുറവാണ് എന്ന് പൊതുവായിട്ട് ധവളപത്രത്തിലും പറയുന്നുണ്ട്. കേരളത്തിൻ്റെ സാഹചര്യം സാധ്യത വെച്ചുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അത് മനസ്സിലാക്കിയിട്ടാണ് ധവളപത്രം ഇറക്കുന്ന ഇവർക്ക് മനസ്സിലാക്കേണ്ടുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു കാര്യം, കിഫ്ബി എന്ന രീതിയിൽ ബോധപൂർവം ഭാവനാപൂർവം മൂലധന നിക്ഷേപം തന്നെയാണ് നടത്തിയത്. 1,10,000 കോടി ഉറുപ്പിക കിഫ്ബി വഴി കേരളത്തിൻ്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് വേണ്ടി ഉൾപ്പെടെ റോഡ്, പാലം, ആശുപത്രി കെട്ടിടങ്ങൾ, സ്കൂൾ കെട്ടിടങ്ങൾ ഉൾപ്പെടെ എല്ലാം, ഇതിനെല്ലാം വേണ്ടി നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിൻ്റെ പുറത്ത് നമുക്ക് ഫലപ്രദമായിട്ട് 1,10,000 കോടി ഉറുപ്പികയുടെ നിക്ഷേപം നടത്താൻ സാധിക്കുന്ന കിഫ്ബിയെ, അങ്ങിങ്ങായിട്ട് കിഫ്ബിയെ പറ്റി പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ അവസാനത്തെ വാചകം പരിശോധിച്ചാൽ കാണുക കിഫ്ബിയെ ഒഴിവാക്കത്തക്ക രീതിയിലുള്ള ഒരു നിലപാടിലേക്ക് പോകും എന്ന് തന്നെയാണ്. അപ്പോൾ അത് കിഫ്ബി സാധിച്ച അല്ലെങ്കിൽ നേടിയ, ഞാൻ നേരത്തെ പറഞ്ഞ ഭാവനാപൂർവമായ ഈ മൂലധന നിക്ഷേപത്തിലെ ഏറ്റവും ഫലപ്രദമായ ഇടപെടൽ അത് ഒഴിവാക്കിയാൽ കേരളം വീണ്ടും പിന്നോട്ടേക്കാണ് സഞ്ചരിക്കുക എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ ധവളപത്രം തയ്യാറാക്കിയതുമായിട്ട് ബന്ധപ്പെട്ട് ഗുരുതരമായ പിഴവ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. ബാലഗോപാലൻ ഉൾപ്പെടെയുള്ള ഭാരത അസംബ്ലിയിൽ തന്നെ ചൂണ്ടിക്കാണിച്ചു. ധനകാര്യ വകുപ്പ് ഉദ്യോഗസ്ഥരല്ല ഇത് തയ്യാറാക്കിയത്. സർക്കാരിൻ്റെ രഹസ്യരേഖകൾ പുറത്തു പോകുന്നു എന്ന് പറഞ്ഞാൽ അത് സത്യപ്രതിജ്ഞ ലംഘനം കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധിയായ പ്രശ്നങ്ങൾ, ഇപ്പോൾ പണ്ടാരോ പറഞ്ഞതുപോലെ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്നത് പറഞ്ഞ പോലെ ധവളപത്രം യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ തിരിച്ചുപോക്കിൻ്റെ രേഖയായിട്ട് മാറുകയാണ്. അപ്പോൾ ഇതിന് വളരെ ഗൗരവപൂർണ്ണം തന്നെ ചർച്ച കേരളത്തിലുടനീളം നടക്കേണ്ടതുണ്ട്. ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെപ്പറ്റി പറഞ്ഞത് ക്ഷേമ പെൻഷൻ ഇനി വീട്ടിൽ കൊടുക്കില്ല എന്നാണ്. വീട്ടിൽ കൊടുക്കാൻ തീരുമാനിച്ചിട്ട് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ കൊടുത്ത സാഹചര്യം വന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴിപ്പോൾ തീരുമാനിക്കുകയാണ് ഇനി വീട്ടിൽ ക്ഷേമ പെൻഷൻ നൽകുന്ന പ്രശ്നമില്ല. 62 ലക്ഷം ആളുകൾ വാങ്ങുന്ന പെൻഷനിൽ ഒരു വലിയ വിഭാഗം ആളുകൾക്ക് അക്കൗണ്ടിന് പുറമെ നേരെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്ന സ്ഥിതിയാണ് മാസാമാസമുള്ളത്. അതിപ്പോഴും കൊടുക്കില്ല എന്ന് ആദ്യം പറഞ്ഞു വെച്ചിരിക്കുക. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൻ്റെ സമഗ്ര വികസനത്തെ മുന്നോട്ടേക്ക് നയിച്ച കഴിഞ്ഞ 10 കൊല്ലത്തിൻ്റെ ഭൂതകാല ചിത്രം മാത്രം, ചിത്രത്തെ ആകെ മാറ്റിമറിച്ച് എല്ലാ പുരോഗമനപരമായ നിലപാടുകളെയും അവസാനിപ്പിച്ച് സ്വകാര്യവൽക്കരണത്തിൻ്റെ, നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെയുള്ള അദാനിക്കും അംബാനിക്കുമെല്ലാം എല്ലാം വിൽക്കുക എന്ന് പറഞ്ഞാൽ പറഞ്ഞു വരുമ്പോൾ കൊച്ചി എയർപോർട്ട് പോലും വിൽക്കുക എന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അതിലേക്ക് കൂടി വികസിപ്പിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു പിന്തിരിപ്പൻ നിലപാട്, വലതുപക്ഷ തീവ്ര നിലപാട് ഇടതുപക്ഷത്തിൻ്റെ മേലങ്കി അണിഞ്ഞ് വി ഡി സതീശൻ അവതരിപ്പിക്കുന്നു എന്നുള്ളത് കാപട്യമാണ് എന്ന് ജനങ്ങൾ ഇപ്പോഴും ശരിയായ രീതിയിൽ തിരിച്ചറിയും എന്നാണ് അത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത്. അല്ല, സമഗ്രമായ ഒരു അന്വേഷണം വേണം. ഇപ്പോൾ സംശയമുള്ളത് എന്താ പറഞ്ഞാൽ, ഒന്ന് മർദ്ദനത്തിൻ്റെ പാടുകളുണ്ട് എന്ന് ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ ബാബുവോട്, അച്ഛനോട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് എവിടെ നിന്നൊക്കെ എത്രത്തോളം എന്നുള്ളതിനെ പറ്റിയുള്ള കൃത്യമായ അന്വേഷണം നടക്കണം, ഫലപ്രദമായ അന്വേഷണം നടത്തണം. ഒന്നുകിൽ പോലീസ് ലോക്കപ്പറകളിൽ നിന്നാണ്, അല്ലെങ്കിൽ അവരെ കൊണ്ടുപോയിട്ട് പാർപ്പിച്ച ജയിലറകളുമായി ബന്ധപ്പെട്ടാണ്. എവിടെയായാലും മർദ്ദനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പാടുണ്ട്, അത് ഉൾപ്പെടെ വെച്ചുകൊണ്ട് അന്വേഷണം നടത്തണം. അല്ലാണ്ട് എന്തെങ്കിലും രീതിയിൽ അസുഖം ബാധിച്ച ഒരാളല്ല, മാനസിക വെല്ലുവിളി മാത്രമേ ഉള്ളൂ എന്ന് അച്ഛൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. മറ്റൊരസുഖവും ഉണ്ടായിരുന്നില്ല. പല വാദങ്ങളും മുന്നോട്ടേക്ക് വരുന്നുണ്ട്. മരുന്ന് അധികം കഴിച്ചു പോയതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. മരുന്ന് എങ്ങനെ അധികം കഴിക്കാൻ ജയിലിൽ കിട്ടുക? അപ്പോൾ സ്വാഭാവികമായിട്ട് പറയുന്ന ഉത്തരങ്ങളൊന്നും ശരിയായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാനാവുന്നതല്ല. എല്ലാറ്റിലും വൈരുദ്ധ്യങ്ങളാണ്.
അതുകൊണ്ട് സമഗ്രമായൊരു അന്വേഷണം നടത്തി കുറ്റവാളികളെ കണ്ടെത്തണം. അതായില്ല. ആരുടെ ആത്മാഭിമാനവും ആർക്കും പണയം വെക്കാൻ പാടില്ല എന്നുള്ള നിലപാടുള്ളവരാണ് ഞങ്ങളെല്ലാം. അതൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്ത ആവശ്യമായ നിലപാട് സ്വീകരിക്കും. അരെ ആയിക്കോട്ടെ, അവർ തീരുമാനിച്ചോട്ടെ. അതൊക്കെ നമുക്ക് പരിഹരിക്കാം. അതൊക്കെ ആവശ്യമായ രീതിയിൽ ഇടപെട്ട് കാര്യങ്ങൾ പരിഹരിച്ച് പോവുകയല്ലേ സാധാരണ ചെയ്യാം. അതിൽ നിങ്ങൾ ഉത്കണ്ഠപ്പെടേണ്ട. കാര്യം നമുക്ക് ഫലപ്രദമായിട്ട് പരിഹരിക്കാം. ഇത് പിന്നെയോ ഐക്യത്തോടു കൂടെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിലെ ഇടതുപക്ഷ ഐക്യം എന്ന് പറയുന്നത് വളരെ പ്രധാനമല്ലേ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് CPI-CPM ഐക്യം തന്നെയാണ്. അതിന് വേണ്ടിയിട്ടാണ് CPI നിലകൊള്ളുന്നത്. അതിലൊന്നും കുഴപ്പമില്ല. അവർ പറഞ്ഞ കാര്യത്തോടൊന്നും ഞങ്ങൾക്ക് വിയോജിപ്പില്ല. അല്ല, കീഴ്വഴക്കം പറയുന്നത് ഇതുവരെ ഉണ്ടായിരുന്ന സംഭവങ്ങളും പരിശോധിച്ച് നോക്കിയാൽ VS-ന്റെ കാലത്ത് സുദീർഘകാലം ഉണ്ടായിരുന്നല്ലോ. VS പ്രതിപക്ഷ നേതാവായിരുന്ന ഘട്ടത്തിലെല്ലാം ഉപനേതാവായിട്ട് CPM തന്നെയാണ് ഉണ്ടായിരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.